വെൽക്കം ടു അവർ എക്കണോമിക്സ് ക്ലാസ്. എല്ലാവർക്കും നമ്മുടെ എക്കണോമിക്സ് ക്ലാസ്സിലോട്ട് ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ എക്കോണമിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു സ്വാതന്ത്ര്യലബ്ധി കാലത്തെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ അല്ലേ. അപ്പോൾ ആ ഒരു സമയത്തുണ്ടായിരുന്ന ഇന്ത്യൻ എക്കോണമിയെക്കുറിച്ചും അതുപോലെ തന്നെ ബ്രിട്ടീഷ് റൂൾ നിലവിൽ വന്നതിന് ശേഷം ഇന്ത്യൻ എക്കോണമിയിലുണ്ടായിരുന്ന ചേഞ്ചസ്, അതിനുള്ള ബിഫോർ എന്ന് വെച്ചാൽ ഇതിന് മുമ്പ് എങ്ങനെയായിരുന്നു നമ്മുടെ ഇന്ത്യൻ എക്കോണമി, ഇതൊക്കെയാണ് നമ്മൾ ഓരോന്ന് ചർച്ച ചെയ്ത് കൊണ്ട് വരുന്നത്. അപ്പോൾ ആ വീഡിയോസ്, ആ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഇതിന് മുന്നേ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ പോയിട്ട് കാണാം. അതിലുണ്ട് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്താണെന്നും ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് എന്നും അതിൽ തന്നെ ഇന്ത്യൻ എക്കോണമിയെക്കുറിച്ചും കാർഷിക മേഖല എന്നുള്ള ഭാഗത്തെക്കുറിച്ചൊക്കെ നമ്മളതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അഗ്രികൾച്ചർ സെക്ടറിൻ്റെ കണ്ടിന്യൂവേഷനാണ്. ഇതിൻ്റെ കുറച്ച് ഭാഗം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, അത് പോയിട്ട് കാണണം. അത് പോയിട്ട് കണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ ബാക്കിയായിട്ടുള്ള ഈ ഭാഗം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എങ്കിലും തന്നെ ചെറിയൊരു ഭാഗം ഞാനിവിടെ പറയാം. അഗ്രികൾച്ചറൽ സെക്ടറാണ് നമ്മൾ പറയുന്നത്. കാർഷിക മേഖല എങ്ങനെയുള്ളതായിരുന്നു എന്നും ബ്രിട്ടീഷ് റൂളിൻ്റെ സമയത്ത് എങ്ങനെയാണ് കാർഷിക മേഖലയിൽ നിന്നും അത് ഇല്ലാതാവാൻ തുടങ്ങിയതും സ്റ്റാഗ്നേഷൻ ഓഫ് അഗ്രികൾച്ചർ എങ്ങനെയൊക്കെയാണ് ഇത് സ്തംഭനാവസ്ഥയിലോട്ട് വന്നതും എന്നൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുള്ളത്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കിയ പോയിൻ്റാണ് റീസൺസ് ഫോർ സ്റ്റാഗ്നേഷൻ ഇൻ അഗ്രികൾച്ചർ. എന്താണ് റീസൺസ് ഫോർ സ്റ്റാഗ്നേഷൻ ഇൻ അഗ്രികൾച്ചർ? പ്രധാനപ്പെട്ട കാർഷിക രംഗത്തുണ്ടായ സ്തംഭനാവസ്ഥയ്ക്കുണ്ടായിട്ടുള്ള കാരണങ്ങൾ, കാർഷിക മേഖല ഇല്ലാതാവാനുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാരണങ്ങൾ. അപ്പോൾ ഞാൻ എക്സ്പ്ലനേഷനൊന്നും ഇവിടെ പറയുന്നില്ല, എങ്കിലും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതിൻ്റെ ഒരു ചെറിയൊരു പോയിൻ്റ് ഇവിടെ പറയാം. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. ഫസ്റ്റ് പോയിൻ്റ് നോട്ട് ചെയ്യാം. എക്സ്പ്ലോയിറ്റേറ്റീവ് ലാൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം. എക്സ്പ്ലോയിറ്റേറ്റീവ് ലാൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം, ചൂഷണാത്മകമായ ലാൻഡ് സെറ്റിൽമെൻറ്റ് സമ്പ്രദായം. രണ്ടാമത്തെ പോയിൻ്റ് ലോ ലെവൽ ഓഫ് ടെക്നോളജി. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശകലനം ചെയ്ത് പറഞ്ഞിട്ടുള്ളതായതുകൊണ്ടാണ് കേട്ടോ. ലോ ലെവൽ ഓഫ് ടെക്നോളജി, വളരെ മോശമായ സാങ്കേതിക വിദ്യകൾ. മൂന്നാമത്തെ പോയിൻ്റ് നെഗ്ലിജിബിൾ യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ്, വളരെ കുറച്ചു മാത്രം വളം ചേർക്കൽ. കാർഷിക മേഖലയിൽ വളം ചേർക്കുന്നതിൻ്റെ അളവ് കുറഞ്ഞ തോതിലായിരുന്നു. ലാക്ക് ഓഫ് ഇറിഗേഷൻ ഫെസിലിറ്റീസ്. നെക്സ്റ്റ് പോയിൻ്റാണ് ലാക്ക് ഓഫ് ഇറിഗേഷൻ ഫെസിലിറ്റീസ്, ജലസേചന സൗകര്യത്തിൻ്റെ അഭാവം. അടുത്ത പോയിൻ്റ് കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ, കൃഷിയുടെ വാണിജ്യവൽക്കരണം. ലാസ്റ്റ് പോയിൻ്റ് പാർട്ടീഷൻ ഓഫ് ഇന്ത്യ 1947. എന്താണ് പാർട്ടീഷൻ ഓഫ് ഇന്ത്യ 1947? 1947 ഇന്ത്യ വിഭജനം. ഇത്രയും ആയിരുന്നു പ്രധാനപ്പെട്ട കാർഷിക മേഖല തകരാനുണ്ടായ കാരണങ്ങൾ. റീസൺസ് ഫോർ സ്റ്റാഗ്നേഷൻ ഇൻ അഗ്രികൾച്ചർ. നമുക്ക് ഓരോ പോയിൻറ്റിനെയും ആദ്യം എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ഫസ്റ്റ് പോയിൻ്റാണ് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്. കാർഷിക മേഖല തകരാനുണ്ടായ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ്, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് റീസൺ എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ സ്റ്റാഗ്നേഷൻ വാസ് ദ എക്സ്പ്ലോയിറ്റേറ്റീവ് ലാൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം. നോട്ട് ദ പോയിൻ്റ്, ദ എക്സ്പ്ലോയിറ്റേറ്റീവ് ലാൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം, ചൂഷണാത്മകമായ ലാൻഡ് സെറ്റിൽമെൻറ്റ് സമ്പ്രദായമായിരുന്നു എന്ത് ചെയ്തിരുന്നത്, നമ്മുടെ കാർഷിക മേഖല തകരാനുണ്ടായ കാരണം എന്ന് പറയുന്നത്. എന്താണ് ഈ ലാൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്? ലാൻഡ് സെറ്റിൽമെൻറ്റ് സമ്പ്രദായം എന്ന് പറഞ്ഞല്ലേ നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട്, ലാൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം എന്നൊക്കെ. അപ്പോൾ നമുക്ക് ഇന്ന് ഫസ്റ്റ് തന്നെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് ലാൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം. ലാൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ സിസ്റ്റത്തിലെ ജന്മിമാരായിരുന്നു, അവിടുത്തെ ജന്മിമാരുടെ സമ്പ്രദായമായിരുന്നു. അതിനെയാണ് ജമീന്ദാർ. The Zamindari system was prominent form of land settlement. The Zamindari system was prominent form of land settlement.
ദിസ് വാസ് ഇംപ്ലിമെൻറ്റഡ് ബൈ ദ ബ്രിട്ടീഷ് ഇനീഷ്യലി ഇൻ ദ ബംഗാൾ പ്രസിഡൻസി. ദിസ് വാസ് ഇംപ്ലിമെൻറ്റഡ് ബൈ ദ ബ്രിട്ടീഷ് ഇനീഷ്യലി ഇൻ ദ ബംഗാൾ പ്രസിഡൻസി. ജന്മിമാരുടെ കൈവശം ഭൂമി ഉണ്ടായിരുന്ന ആ ഒരു സിസ്റ്റമാണ് നമ്മൾ ജമീന്ദാരി സമ്പ്രദായം എന്ന് പറയുന്നത്. ഇതാദ്യമായിട്ട് നടപ്പിലാക്കിയത് ബംഗാളിലായിരുന്നു. ബംഗാൾ പ്രസിഡൻസിയിലാണ് ഇതാദ്യമായിട്ട് നടപ്പിലാക്കിയത്. ഓക്കെ, ഇനി ഇതിൽ നമ്മൾ ഓരോന്നിൻ്റെ എക്സ്പ്ലനേഷൻ പറയുകയാണെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി എന്താണ് ഈ ലാൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റത്തിൽ പ്രധാനമായിട്ടും പിന്നെന്താണ് പറയുന്നത് നോക്കാം. സെക്കൻഡ് പോയിൻ്റായിട്ട് മനസ്സിലാക്കേണ്ടത്, അണ്ടർ ദിസ് സിസ്റ്റം ദ ജമീന്ദാർസ് വർ ദ ഓണേഴ്സ് ഓഫ് ലാൻഡ് who paid revenue to the British regularly. Failure in revenue payment resulted in zamindars losing their land. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്, എങ്കിലും ഞാൻ ഒന്നും കൂടെ വിശദമായിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് അതേ പോയിൻ്റ് വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിലപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഇന്നാണ് നമ്മൾ ജമീന്ദാരി സിസ്റ്റവും ലാൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റവും ഒന്ന് വിശദമായിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പോയിൻ്റ് ഒന്നും കൂടെ നോട്ട് ചെയ്യണം. അണ്ടർ ദിസ് സിസ്റ്റം ദ ജമീന്ദാർസ് വേർ ദ ഓണേഴ്സ് ഓഫ് ലാൻഡ് ഹൂ പെയ്ഡ് റവന്യൂ to the British regularly. Failure in revenue payment resulted in zamindars losing their land. എന്താ അങ്ങനെ പറഞ്ഞാൽ, ജമീന്ദാരി സമ്പ്രദായത്തിൽ എന്നുവെച്ചാൽ ജമീന്ദാരി സമ്പ്രദായത്തിൽ ജന്മിമാരായിരിക്കും അവിടുത്തെ ഭൂവുടമകൾ. അവിടുത്തെ ഭൂമിയുടെ അവകാശികൾ എന്ന് പറയുന്നത് ജന്മിമാരായിരിക്കും. അപ്പോൾ ഈ ഭൂമിക്കൊക്കെ നികുതി ആരടക്കണം? ജന്മിമാർ അടക്കണം. എന്നുവെച്ചാൽ ജമീന്ദാർ നികുതി അടക്കണം. അപ്പോൾ നികുതിക്ക് എന്തെങ്കിലും വീഴ്ച വരുത്തുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും നികുതി അടക്കാതെ വരികയോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ജന്മിമാർക്ക് ഭൂമി എന്ത് ചെയ്യും? നഷ്ടപ്പെടും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും? ജന്മിമാരെ കയ്യിൽ നിന്ന് ഭൂമി നഷ്ടപ്പെടും എന്ന് കരുതികൊണ്ട് ജന്മിമാർ അവിടെ ഉണ്ടായിരുന്ന സാധാരണക്കാരായ കർഷകർ അല്ലെങ്കിൽ കാർഷിക മേഖലയിലുണ്ടായിരുന്ന തൊഴിലാളികളെ കയ്യിൽ നിന്നും ഹൈ റെൻ്റ് എന്ത് ചെയ്യും? വാങ്ങും. വളരെ വലിയ തോതിൽ തന്നെ അവരെന്ത് ചെയ്യും? റെൻ്റ് വാങ്ങും. അപ്പോൾ നമുക്ക് നോക്കാം അടുത്ത പോയിൻ്റ് എന്താ പറയുന്നത് നോക്കാം. ദ ഹൈലി എക്സ്പ്ലോയിറ്റേറ്റീവ് ജമീന്ദാർസ് എക്സ്ട്രാക്റ്റഡ് ഹൈ റെൻറ്റ്സ് ഫ്രം കൾട്ടിവേറ്റേഴ്സ്. എന്താണ്? ദ ഹൈലി എക്സ്പ്ലോയിറ്റേറ്റീവ് ജമീന്ദാർസ് എക്സ്ട്രാക്റ്റഡ് ഹൈ റെൻറ്റ്സ് ഫ്രം കൾട്ടിവേറ്റേഴ്സ്. ദേ ഡിഡ് നത്തിങ് ടു ഇംപ്രൂവ് ദ കണ്ടീഷൻ ഓഫ് അഗ്രികൾച്ചർ. എന്താ അങ്ങനെ പറഞ്ഞാൽ, കടുത്ത ചൂഷകർ എന്ന് വെച്ചാൽ ജന്മിമാരെ കർഷകരെ കയ്യിൽ നിന്നും എന്ത് ചെയ്തു? വലിയ തുക തന്നെ റെൻറ്റ് വാങ്ങി. അത് എന്ത് ചെയ്തു? കാർഷിക മേഖലയ്ക്ക് പുരോഗതി കൊണ്ടുവരാനൊന്നും സാധിച്ചില്ല. കാരണം അവർ ചെയ്യുന്ന തൊഴിലിൻ്റെ സാലറി അല്ലെങ്കിൽ അവർ ഉണ്ടാക്കിയെടുക്കുന്ന കാശുകൾ മുഴുവൻ അവർക്ക് റെൻറ്റ് കൊടുക്കാൻ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല എന്ന് വെച്ചാൽ അവർക്ക് കാർഷിക മേഖലയിൽ നല്ല വരുമാനമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവരെന്ത് കൊടുക്കണം എന്ന് വെച്ചാൽ ഭൂമി കൃഷി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ലാഭമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ അവരെന്ത് കൊടുക്കണം? റെൻറ്റ് കൊടുക്കണം. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന സാധാരണക്കാരായ നമ്മുടെ കർഷകർക്ക് വളരെയധികം ദുരിതം അനുഭവപ്പെടുകയും അതുകാരണം ഒരുപാട് രോഗങ്ങൾ വരികയും അതുപോലെ ഇല്ലാതാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഇറസ്പെക്റ്റീവ് ഓഫ് വെദർ ദ crop was good or bad, they exploited the cultivators. എന്താ പറഞ്ഞത്? irrespective of whether the crop was good or bad, they exploited the cultivators. This caused great misery to the farmers and the rural population. Once again, this caused great misery to the farmers and the rural പോപ്പുലേഷൻ. അവിടെ ഉണ്ടായിരുന്ന ഈ സാധാരണക്കാരായ ഗ്രാമീണ ജനതയ്ക്ക് അത് വലിയ തോതിൽ എന്ത് ചെയ്തു? ദുരിതം കൊണ്ട് എത്തിച്ചു. എന്താണ് ദുരിതം കൊണ്ട് എത്തിച്ചത്? ജമീന്ദാരി സിസ്റ്റത്തിലെ ജന്മിമാരായിരുന്നു ഭൂവുടമകൾ. ജമീന്ദാർസ് ആയിരുന്നു അവിടുത്തെ ലാൻഡ് ഓണേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ലാൻഡ് ഓണേഴ്സ് എന്ത് കൊടുക്കണം? ജന്മിമാർക്ക്
റെൻറ്റ് കൊടുക്കേണ്ട അവസ്ഥ വന്നു. അപ്പോൾ അവർക്കത് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ കർഷകരുടെ കയ്യിൽ നിന്നും അമിതമായിട്ട് അല്ലെങ്കിൽ വലിയ തോതിൽ തന്നെ റെൻറ്റ് പിരിച്ചെടുക്കേണ്ടി വന്നു. അത് കാരണം കാർഷിക മേഖല എന്ത് ചെയ്തു, നഷ്ടമാണെങ്കിലും ലാഭമാണെങ്കിലും ഇവർ കൂടുതൽ രീതിയിൽ പണം കൊടുക്കേണ്ടി വന്നതിനാൽ കർഷകർക്ക് വളരെ അധികം ദുരിതം അനുഭവിക്കേണ്ടി വന്നു എന്നാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് പോയിൻ്റ് നോക്കാം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പോയിൻ്റ് ആയിട്ടുള്ള ലാൻഡ് സെറ്റിൽമെൻറ്റിനുള്ള ഒരു എക്സ്പ്ലനേഷൻ. ഓക്കെ, നേരത്തെ നമ്മൾ ഷോർട്ട് പോയിൻ്റ് മാത്രമാണ് പറഞ്ഞത്. ഇപ്പോൾ ഞാൻ എക്സ്പ്ലനേഷനാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഫസ്റ്റ് പോയിൻറ്റിൻ്റെ. എന്താണ് ഫസ്റ്റ് പോയിൻ്റ് പറഞ്ഞത്? ചൂഷണാത്മകമായ ലാൻഡ് സെറ്റിൽമെൻറ്റ്. ഇനി നമുക്ക് രണ്ടാമത്തെ പോയിൻ്റ് ആയിരുന്നു എന്തെന്ന് പറഞ്ഞത്? രണ്ടാമത്തെ പോയിൻ്റ് ലോ ലെവൽ ഓഫ് ടെക്നോളജി. അതിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മൾ എഴുതാൻ പറയുമ്പോൾ എന്താ എഴുതേണ്ടത്? ലോ ലെവൽ ഓഫ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ വളരെ മോശമായ സാങ്കേതിക വിദ്യ. നോക്കാം. ലോ ലെവൽ ഓഫ് ടെക്നോളജി, നെഗ്ലിജിബിൾ യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് ഇൻഅഡിക്വേറ്റ് ഇറിഗേഷൻ ഫെസിലിറ്റീസ് ആൾസോ കോൺട്രിബ്യൂട്ടഡ് ടു ദ സ്റ്റാഗ്നേഷൻ ഇൻ അഗ്രികൾച്ചർ. രണ്ട് പോയിൻറ്റും കൂടി ഒരുമിച്ചാണ് പറയുന്നത്. വളരെ മോശമായ സാങ്കേതിക വിദ്യകളും വളരെ കുറച്ച് മാത്രം വളം ചേർക്കലും. ലോ ലെവൽ ഓഫ് ടെക്നോളജി, നെഗ്ലിജിബിൾ യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് ഇൻഅഡിക്വേറ്റ് ഇറിഗേഷൻ ഫെസിലിറ്റീസ് ആൾസോ കോൺട്രിബ്യൂട്ടഡ് ടു ദ സ്റ്റാഗ്നേഷൻ ഇൻ അഗ്രികൾച്ചർ. മോശമായിട്ടുള്ള സാങ്കേതിക വിദ്യയും അതേപോലെ തന്നെ വളപ്രയോഗത്തിൻ്റെ മോശമായതും ജലസേചനത്തിൻ്റെ സൗകര്യത്തിൻ്റെ കുറവും ഒക്കെ എന്തിനവസ്ഥയാക്കി എന്നാണ് പറയുന്നത്? കാർഷിക മേഖല തകരാനുണ്ടായ കാരണത്തിന് വഴിയൊരുക്കി. ഓക്കെ, അപ്പോൾ അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ ഈ അവിടെ ഉണ്ടായിരുന്ന ആളുകളിലുണ്ട അഴുക്ക് ചാല്, വെള്ളപ്പൊക്കത്തിൻ്റെ പ്രശ്നങ്ങൾ, നിയന്ത്രണം, അതേപോലെ മണ്ണിൽ നിന്ന് ഉപ്പ്, ഇതൊക്കെ അവിടുത്തെ ഇന്ത്യ കാർഷിക മേഖലയ്ക്ക് ദോഷം കൊണ്ടെത്തിച്ചു എന്നാണ് പറയുന്നത്. ഇന്ത്യൻ അഗ്രികൾച്ചർ വാസ് സേവ്ഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ടെറസിങ്, ഫ്ലഡ് കൺട്രോൾ, ഡ്രെയിനേജ് ആൻഡ് ഡീസലൈസേഷൻ ഓഫ് സോയിൽ. ഇതൊക്കെ നമ്മുടെ അവിടെ ഉണ്ടായിരുന്ന മണ്ണിന് കാരണമാക്കി എന്നാണ് പറയുന്നത്. ഈ നെക്സ്റ്റ് പോയിൻ്റ് നമുക്ക് നോക്കാം. ട്രാൻസിഷൻ ഫ്രം ഫുഡ് ക്രോപ്സ് ടു ക്യാഷ് ക്രോപ്പ് റിസൾട്ടഡ് ഇൻ കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫുഡ് ഷോർട്ടേജ്. എന്താണ്? ഒന്നുകൂടെ പറയാം. ട്രാൻസിഷൻ ഫ്രം food crops to cash crops resulted in the commercialization of agriculture and food shortage എന്നാണ് പറയുന്നത്. കർഷകർ ഭക്ഷ്യവിളകളിൽ നിന്നും നാണ്യവിളകളിലോട്ട് മാറിയത് എന്ത് ചെയ്തു? ഭക്ഷ്യ ആവശ്യങ്ങൾക്കായിട്ടുള്ള വിളകളിൽ നിന്നും നാണ്യങ്ങൾ ഉണ്ടാക്കുന്നതിലോട്ട് മാറിയതോടുകൂടി അവിടെ കൃഷിയുടെ കൊമേഴ്ഷ്യലൈസേഷന് കാരണമായി, വാണിജ്യത്തിന് കാരണമായി. അതായത് അതുകൊണ്ട് തന്നെ ഭക്ഷ്യക്ഷാമത്തിന് അതൊരു കാരണമായി. ഭക്ഷ്യ സാധനങ്ങൾ കിട്ടാതാവാനും ഒക്കെ ഇതെന്ത് ചെയ്തു? കാരണം ആയി. The next point on major cause of famine in 1866 in Bengal and Orissa was that the best land was utilized for cultivating indigo instead of rice. ഒന്നുകൂടെ പറയാം. Note the point. On major cause of famine in 1866 in Bengal and Orissa was that the best land was utilized for cultivating indigo instead of rice. എന്താണ്? ബംഗാളിലും ഒറീസയിലും 1866 ഭക്ഷ്യക്ഷാമം അവിടെ ഉണ്ടായിരുന്ന നെൽകൃഷിപ്പാടങ്ങൾക്കൊക്കെ എന്ത് ചെയ്തിരുന്നു? അത് നെൽകൃഷിപ്പാടങ്ങൾ മുഴുവനും കൂടുതലായിട്ട് അവരെന്ത് ചെയ്തു? നീലം കൃഷിക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തി. എന്നുവെച്ചാൽ ഭക്ഷ്യധാന്യ വിളകൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് പകരം അവരെന്ത് ചെയ്തു? നീലം കൃഷി നാണ്യവിളകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ അടുത്ത പോയിൻ്റ്, ഇന്ത്യൻ അഗ്രികൾച്ചർ റിസീവ്ഡ് എ മേജർ ഫ്ലോ ഫ്രം ദ പാർട്ടീഷൻ ഓഫ് ദ കൺട്രി ഇൻ 1947. A sizable part of India's irrigated and fertile land went to Pakistan.
വൺസ് അഗെയിൻ ഞാൻ ഒന്നുകൂടെ പറയാം. ഇന്ത്യൻ അഗ്രികൾച്ചർ റിസീവ്ഡ് എ മേജർ ബ്ലോ ഫ്രം ദ പാർട്ടീഷൻ ഓഫ് ദ കൺട്രി ഇൻ 1947. എ സൈസബിൾ പാർട്ട് ഓഫ് ഇന്ത്യാസ് ഇറിഗേറ്റഡ് ആൻഡ് ഫെർട്ടൈൽ ലാൻഡ് വെൻ ടു പാകിസ്ഥാൻ. എന്താണ് 1947 ഇന്ത്യ വിഭജനം കാർഷിക മേഖലക്കേറ്റ എന്നുവെച്ചാൽ കാർഷിക മേഖലയിൽ വളരെയധികം എന്ത് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്, ബാധിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിന് കാരണം ഒന്നാമത് എന്താണ്, നല്ല ഫലഭൂഷ്ടമായിട്ടുള്ള ജലസേചന സൗകര്യമുള്ള കൃഷിഭൂമി മുഴുവൻ പാകിസ്ഥാൻ്റെ ഭാഗമായിട്ട് മാറി. അപ്പോൾ പാകിസ്ഥാൻ്റെ ഭാഗമായി മാറിയതോടുകൂടി ഇന്ത്യയിലുണ്ടായിരുന്ന കാർഷിക മേഖലയെ വളരെയധികം അത് ബാധിച്ചു. ദിസ് റെഡ്യൂസ്ഡ് ഇന്ത്യാസ് അഗ്രികൾച്ചറൽ ഔട്ട്പുട്ട്. അതുമൂലം തന്നെ ഇന്ത്യയിലെ കാർഷിക ഉൽപ്പാദനമൊക്കെ എന്ത് ചെയ്തു എന്ന് പറയുന്നത് വളരെയധികം കുറഞ്ഞു. സിൻസ് മേജർ ജൂട്ട് പ്രൊഡ്യൂസിങ് ഏരിയാസ് വെൻ ടു പാകിസ്ഥാൻ, ഇന്ത്യൻ ജൂട്ട് ഇൻഡസ്ട്രി വാസ് എഫക്റ്റഡ്. പാകിസ്ഥാൻ ഏരിയയിലുണ്ടായിരുന്ന ജൂട്ട് ഉൽപ്പാദനം, ചണ ഉൽപ്പാദനത്തിൻ്റെ പാകിസ്ഥാനിൽ കൂടുതലായത് കാരണം ഇന്ത്യൻ ചണ വ്യവസായം എന്ത് ചെയ്തു എന്ന് പറയുന്നത് വളരെയധികം പ്രതിസന്ധിയിലായിട്ട് മാറി. ദിസ് എൻഡഡ് ഇന്ത്യാസ് വേൾഡ് മൊണോപ്പൊളി ഇൻ ജൂട്ട് ഇൻഡസ്ട്രി. അത് കാരണം തന്നെ ഇന്ത്യയിലുണ്ടായിരുന്ന കുത്തക ചണ വ്യവസായത്തിൻ്റെ ഇതിന് നഷ്ടമായി എന്നാണ് പറയുന്നത്. ഇതാണ് നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട കാർഷിക മേഖലയിലുണ്ടായ തകരാനുണ്ടായ കാരണങ്ങൾ. അപ്പോൾ ഞാനിത് ഇത്ര കൂടുതൽ സ്പീഡിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ് കാർഷിക മേഖല തകരാനുണ്ടായ പ്രധാനപ്പെട്ട കാരണങ്ങൾ. അപ്പോൾ 2 മാർക്കിനൊക്കെയാണ് നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഫസ്റ്റ് നമ്മൾ പഠിച്ചിട്ടുള്ള കഴിഞ്ഞ ക്ലാസ്സിലും ഇന്ന് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞു തന്നിട്ടുള്ള ആ ഒരു പോയിൻറ്റ്സ് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. 4 പോയിൻ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന 6 പോയിൻ്റ് നിങ്ങൾ എഴുതാം. പക്ഷേ നിങ്ങളോട് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ കാർഷിക രംഗത്തെ സ്തംഭനാവസ്ഥയ്ക്കുണ്ടായ കാരണത്തിനുള്ള കാരണങ്ങൾ നിങ്ങളെ വിശദീകരണം ചെയ്യുക അല്ലെങ്കിൽ വിശകലനം ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഓരോ പോയിൻറ്റും നിങ്ങൾ വിശദീകരിച്ച് കൊടുക്കണം. ലാൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം എങ്ങനെയാണ് ഇല്ലാതാക്കിയത്, സാങ്കേതിക വിദ്യയിലൂടെയും കുറച്ച് വളം ചേർക്കലിലൂടെയും ജലസൗകര്യത്തിൻ്റെ അഭാവത്തിലൂടെയൊക്കെ എങ്ങനെയാണ് ഇല്ലാതായത്, കൃഷിയുടെ വാണിജ്യവൽക്കരണം എങ്ങനെയാണ് ഇല്ലാതാക്കിയത്, 1947 ഇന്ത്യ വിഭജനം വന്നത് എങ്ങനെയാണ് കാർഷിക മേഖലയ്ക്ക് ബാധിച്ചത്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഓരോ പോയിൻറ്റ്സുമാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ നമ്മുടെ ഈ ചാപ്റ്ററിൽ ഏറ്റവും വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. നിങ്ങളിത് 2 രീതിയിൽ പഠിക്കണം. ഷോർട്ട് പോയിൻ്റ് ആയിട്ടും പഠിക്കണം, എസ്സേ പോയിൻ്റ് ആയിട്ടും പഠിക്കണം. ഇനി നിങ്ങൾ ഇതിൽ ഈ നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറിൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട 3 ഇന്ത്യൻ ലാൻഡ് റിഫോംസ് ഉണ്ട്. ഓക്കെ, അതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഇത് നിങ്ങൾ ഏകദേശമൊക്കെ പഠിച്ചിട്ടുണ്ടാവും, 10th പഠിച്ചൊരു ഭാഗമാണ്. ദ ലാൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം ഡ്യൂറിങ് 1793 to 1850. 1793 മുതൽ നോട്ട് ചെയ്യുക, പോയിൻ്റ് നോട്ട് ചെയ്യുക. 1793 മുതൽ 1850 വരെയുള്ള കാലഘട്ടത്തിലുണ്ടായിരുന്ന ഇന്ത്യൻ ലാൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റത്തെക്കുറിച്ച് നമ്മളിവിടെ പറയാം. പ്രധാനമായിട്ട് 3 ലാൻഡ് സെറ്റിൽമെൻറ്റാണ് ഈ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നത്. ദ ഫസ്റ്റ് വണ് പെർമനൻ്റ് സെറ്റിൽമെൻറ്റ്, ജമീന്ദാരി സമ്പ്രദായം, ജമീന്ദാരി സിസ്റ്റം ഇങ്ങനെയൊക്കെ പറയും. എന്താണ് ഫസ്റ്റ് പോയിൻ്റ്? പെർമനൻ്റ് സെറ്റിൽമെൻറ്റ്, ജമീന്ദാരി സമ്പ്രദായം അല്ലെങ്കിൽ ജമീന്ദാരി സമ്പ്രദായം. രണ്ടാമത്തത് റയറ്റ് വാരി സിസ്റ്റം. നോട്ട് ചെയ്യണേ, റയറ്റ് വാരി സിസ്റ്റം, റയറ്റ് വാരി സമ്പ്രദായം. മൂന്നാമത്തത് മഹൽവാരി സിസ്റ്റം, മഹൽവാരി സമ്പ്രദായം. ഒന്നുകൂടെ പറയാം, മഹൽവാരി
സമ്പ്രദായം. അപ്പോൾ ഇങ്ങനെ 3 പ്രധാനപ്പെട്ടിട്ടുള്ള ലാൻഡ് റിഫോംസ് ആണുള്ളത്. 1793 തൊട്ട് വർഷമൊക്കെ ഓർത്ത് വെക്കുക. 1793 തൊട്ട് 1850 വരെ ഉണ്ടായിരുന്ന കാലഘട്ടം നിലനിന്നിരുന്ന പ്രധാനപ്പെട്ടിട്ടുള്ള ഇന്ത്യൻ ഭൂവ്യവസ്ഥയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നും എന്താണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഫസ്റ്റത്തെ പോയിൻ്റാണ് ജമീന്ദാരി സിസ്റ്റം. ലോർഡ് കോൺവാലിസ് ഇൻട്രൊഡ്യൂസ്ഡ് ജമീന്ദാരി സിസ്റ്റം ഇൻ 1793 ദ ബംഗാൾ പ്രസിഡൻസി. വൺസ് അഗെയിൻ ലോർഡ് കോൺവാലിസ്, പോയിൻ്റ് നോട്ട് ചെയ്യുക. ലോർഡ് കോൺവാലിസ് ആരാണ്? കോൺവാലിസ് പ്രഭു ആണ്. 1793 in 1793 ഇൻ ദ ബംഗാൾ പ്രസിഡൻസി. എവിടെയാണ്? ബംഗാൾ പ്രവിശ്യയിലെ ആദ്യമായി നടപ്പിലാക്കിയ ഭൂവ്യവസ്ഥയാണ് ജമീന്ദാരി സിസ്റ്റം. എന്താണ് ഈ സിസ്റ്റത്തിൽ പറയുന്നതെന്ന് നോക്കാം. ദ ജമീന്ദാസ് ബിക്കെയിം പെർമനൻ്റ് ഹെറിഡിറ്ററി ഓണേഴ്സ് ഓഫ് ദ ലാൻഡ്. ഒന്നുകൂടി പറയാം. ദ ജമീന്ദാസ് ബിക്കെയിം പെർമനൻ്റ് ഹെറിഡിറ്ററി ഓണേഴ്സ് ഓഫ് ദ ലാൻഡ്. എന്താ അങ്ങനെ പറഞ്ഞാൽ ജന്മിമാരായിരിക്കും ഈ വ്യവസ്ഥ പ്രകാരം ഭൂമികളുടെ സ്ഥിരം ഓണേഴ്സ് എന്ന് പറയുന്നത്. അത് മാത്രമാണോ പറയുന്നത്? ദേ ഹാഡ് ടു പേ എ ഫിക്സ്ഡ് റെൻറ്റ് എവരി ഇയർ. എല്ലാ വർഷത്തിലും അവരൊരു നിശ്ചിത തുക എന്തായി നൽകണം എന്ന് പറയുന്നത്? നികുതിയായിട്ട് നൽകണം. ആൻഡ് ദ പുവർ കൾട്ടിവേറ്റേഴ്സ് ബിക്കെയിം റെൻറ്റ് പേയിങ് ടെനൻസ്. ദേ ലോസ്റ്റ് ദെയർ right to the land they cultivated. The system left the cultivators to the mercy of the greedy zamindars who extorted high rent from the tenants with no fear of punishment. എന്താ അങ്ങനെ പറഞ്ഞാൽ ജന്മിമാരെ കൊല്ലം തോറും നിശ്ചിത സംഖ്യ എന്ത് ചെയ്യണം? ഇവർക്ക് കൊടുക്കണം. അപ്പോൾ അത് കാരണം കർഷകരിൽ നിന്നായിരുന്നു എന്ത് ചെയ്തിരുന്നത്? ഈ നികുതിയെല്ലാം പിരിപ്പിച്ചിരുന്നത്. എന്താ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ജന്മിമാർ, കുടിയാന്മാർ അല്ലേ? താഴ്ന്ന ജാതിക്കാരെ നമ്മൾ കുടിയാന്മാരും ഭൂമിക്ക് ഉടമകൾ അല്ലെങ്കിൽ ഉയർന്ന ജാതിക്കാരെ ജന്മിമാരെന്നൊക്കെ അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഭൂമിയിൽ അവിടെ ഉണ്ടായിരുന്ന എന്നുവെച്ചാൽ കുടിയാന്മാർക്കായിരുന്നു അവിടെ കുടിയാന്മാരെന്ന് പറയുന്ന ആ ഒരു ലെവലിലോട്ട് ഇവരെന്ത് ചെയ്തു? കർഷകരെ താഴ്ത്തപ്പെട്ടു. എന്നുവെച്ചാൽ അവിടെ ഉണ്ടായിരുന്ന കർഷകർ അവിടുത്തെ താഴ്ന്ന പദവിയിലോട്ട് താഴ്ത്തി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കർഷകർക്കുണ്ടായിരുന്ന എല്ലാ അവകാശങ്ങളും അതോടുകൂടി നഷ്ടപ്പെട്ടു. സ്വന്തം ഭൂമി വരെ അവർക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? നഷ്ടപ്പെട്ടു. അപ്പോൾ കർഷകരെ ജന്മിമാരെ എന്ത് ചെയ്യാണ്? ചൂഷണം ചെയ്യുക. അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള പണിഷ്മെൻറ്റും കാര്യങ്ങളും കൊടുക്കുകയാണ് ജന്മിമാരെന്ത് ചെയ്തത്. അപ്പോൾ ജമീന്ദാരി സമ്പ്രദായത്തിൽ ജന്മിമാരായിരുന്നു എല്ലാം. ലാൻഡ് ഓണേഴ്സ് എന്താണ്? പെർമനൻ്റ് ഹെറിഡിറ്ററി ലാൻഡ് ഓണേഴ്സ് അല്ലേ? അതുമാത്രമാണ് ദേ ഹാഡ് ടു പേ എ ഫിക്സ്ഡ് റെൻറ്റ് എവരി ഇയർ. ഈ പോയിൻ്റ് ഓർത്ത് വെക്കണം. ജന്മിമാരാണ് ഭൂമി ഉടമകൾ. മാത്രമല്ല ഓരോ നിശ്ചിത തുകകൾ അവരെന്ത് ചെയ്യുവാണെന്നാണ് പറയുന്നത്? ഇത് ഈ വ്യവസ്ഥ പ്രകാരം നികുതിയായിട്ട് കൊടുക്കണമെന്നും പറഞ്ഞു. ഏതാ വർഷം? 1793. ആരാണ് ആദ്യമായിട്ട് കൊണ്ടുവന്നത്? കോൺവാലിസ് പ്രഭു. ഏത് പ്രവിശ്യയിലാണ്? ബംഗാൾ പ്രവിശ്യയിൽ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് ജമീന്ദാർ സമ്പ്രദായത്തിൽ നോട്ട് ചെയ്യേണ്ടത്. ഒരുപാടൊന്നുമില്ല, നിങ്ങൾ കുറച്ച് പോയിൻറ്റ്സ് മാത്രം ഓർക്കുക. മെയിനായിട്ട് 1793 കോൺവാലിസ് പ്രഭു, ബംഗാൾ പ്രവിശ്യ, ജമീന്ദാരി സിസ്റ്റം, ജന്മിമാരായിരുന്നു ഭൂ ഉടമകൾ, ലാൻഡ് ഓണേഴ്സ്. എവരി ഇയർ അവരെന്ത് ചെയ്യണം? ഫിക്സ്ഡ് ടാക്സ് ആയിട്ട് കൊടുക്കണം. ഓക്കെ. ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ പ്രധാനപ്പെട്ടിട്ടുള്ള ലാൻഡ് റിഫോംസ് ആയിരുന്നു, ഭൂവ്യവസ്ഥയായിരുന്നു റയറ്റ് വാരി സിസ്റ്റം. 1820 തോമസ് മൺറോ, പേര് ഓർത്തു വെക്കുക, തോമസ് മൺറോ ഇൻട്രൊഡ്യൂസ്ഡ് ദ റൈറ്റ് വാരി സിസ്റ്റം
in Madras Presidency in 1820. Once again, Thomas Munro introduced the Raytwari system in Madras Presidency in 1820. 1820 തോമസ് മൺറോ മദ്രാസ് പ്രവിശ്യയിൽ നടപ്പിലാക്കിയ ഭൂവ്യവസ്ഥ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കൊണ്ടുവന്നത് ഫസ്റ്റ് വന്നിട്ടുള്ളത് ജമീന്ദാരി സിസ്റ്റം. അതിനുശേഷം വന്നതാണ് 1820 വന്നതാണ് റയറ്റ്വാരി സിസ്റ്റം. ഈ സിസ്റ്റം പ്രകാരം ദ ഗവൺമെൻറ് കളക്റ്റഡ് ടാക്സ് ഡയറക്റ്റ്ലി ഫ്രം ദ വില്ലേജ്. നോട്ട് ചെയ്യുക, ശ്രദ്ധിക്കുക. നേരത്തെ നമ്മൾ ജന്മിമാരായിരുന്നു ടാക്സ് പിരിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ കർഷകരുടെ കയ്യിൽ നിന്നും വലിയ തുക പിരിപ്പിച്ചെടുത്തു. ഇത് രണ്ടാമത്തെ സിസ്റ്റമാണ്. രണ്ടാമത്തെ സിസ്റ്റത്തിൽ ദ ഗവൺമെൻറ് കളക്റ്റഡ് ടാക്സ് ഡയറക്റ്റ്ലി ഫ്രം ദ വില്ലേജ്. ഗവൺമെൻറ് ഡയറക്റ്റായിട്ട് ഗ്രാമങ്ങളിൽ നേരിട്ട് പോയിട്ട് നികുതി പിരിപ്പിക്കാൻ തുടങ്ങി. ഈ സമ്പ്രദായ പ്രകാരം ഡയറക്റ്റായിട്ടായിരുന്നു ഇവരെന്ത് പിരിവ് നടത്തിയിരുന്നത്. ദ ഓഫീസർ ഫിക്സ് ദ റവന്യൂ ഓൺ ദ ബേസിസ് ഓഫ് ദ ക്വാളിറ്റി ദ റവന്യൂ വാസ് ഫിക്സ്ഡ് ഓൺ ദ വില്ലേജ്. ഈച്ച് ഫാർമർ had to pay a share of the revenue to proportion to the area of land. അപ്പോൾ റൈറ്റ്വാരി സമ്പ്രദായ പ്രകാരം ആദ്യം ഓരോ ഗ്രാമവും നികുതി എത്ര അടക്കണമെന്ന് ആദ്യം നിശ്ചയിക്കും. അതിനുശേഷം ആ ഗ്രാമത്തിൽ നിന്നും ഓരോ കർഷകനും എത്ര അടക്കണമെന്ന് നിശ്ചയിക്കും. അപ്പോൾ ഒരു ഗ്രാമം എത്ര അടക്കണമെന്ന് നിശ്ചയിക്കും. അതിനുശേഷം ആ ഗ്രാമത്തിലുള്ള ഓരോ കർഷകരും എത്ര അടക്കണമെന്ന് നിശ്ചയിക്കും. അങ്ങനെയാണ് റയറ്റ്വാരി സിസ്റ്റത്തിൽ നികുതി പിരിപ്പിച്ചെടുത്തിരുന്നത്. അതിനെയാണ് ആ രീതിക്കാണ് റയറ്റ്വാരി സിസ്റ്റം അല്ലെങ്കിൽ റയറ്റ്വാരി സംവിധാനം എന്ന് പറയുന്നത്. ഇവിടെ റയറ്റ് എന്ന് പറഞ്ഞാൽ കർഷകൻ എന്നാണ്. കൃഷി ചെയ്യുന്നത് ആരാണോ അവരെ പറയുന്ന പേരാണ് റയറ്റ്. ഇനി എങ്ങനെയാണ് ഇവർ ഈ ഒരു റൈറ്റ്വാരിയിൽ ടാക്സ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ടാക്സ് സിസ്റ്റം എന്തിൻ്റെ മാനദണ്ഡത്തിലാണ് നോക്കാൻ പറ്റും. അവിടുത്തെ റൈറ്റ്വാരി സിസ്റ്റത്തിൽ അവിടുത്തെ കൃഷിഭൂമിയുടെ ക്വാളിറ്റിക്കനുസരിച്ചും അതിൻ്റെ നേച്ചർ അനുസരിച്ചാണ് ഇവരെന്ത് ടാക്സ് കൊടുക്കും. നല്ല ഭൂമിയും നല്ലതാണെന്നുണ്ടെങ്കിൽ അതിന് ടാക്സ് കൂടുതലായിരിക്കും. അപ്പോൾ അത് നോക്കിയിട്ടാണ് ഇവർ ടാക്സ് നിശ്ചയിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ സിസ്റ്റമാണ് റൈറ്റ്വാരി. ഫസ്റ്റത്തെ പെർമനൻറ്റ് സിസ്റ്റം. രണ്ടെണ്ണം മനസ്സിലായല്ലോ. ഒന്ന് ജന്മിമാർക്കാണ് ഭൂമിക്ക് ടാക്സ് കൊടുക്കേണ്ടത്. രണ്ടാമത്തെ മഹൽവാരി അല്ലെങ്കിൽ ഇവർ ഡയറക്റ്റ് ആയിട്ടാണ് കൊടുക്കേണ്ടത്. റൈറ്റ്വാരി കേട്ടോ. മൂന്നാമത്തെ പോയിൻ്റ് മഹൽവാരി സിസ്റ്റം. ലോർഡ് വെല്ലസ്ലി ഇൻട്രൊഡ്യൂസ്ഡ് ദ മഹൽവാരി സിസ്റ്റം ഇൻ നോർത്ത് ഇന്ത്യ. ആരാണ്? ലോർഡ് വെല്ലസ്ലി ഇൻട്രൊഡ്യൂസ്ഡ് ദ മഹൽവാരി സിസ്റ്റം ഇൻ നോർത്ത് ഇന്ത്യ. ഈ സമ്പ്രദായം വെല്ലസ്ലി പ്രഭു ബംഗാൾ മാതൃകയിലെ ഉത്തരേന്ത്യയിൽ നടപ്പിലാക്കി. ആരാണ്? വെല്ലസ്ലി പ്രഭു. പേരൊക്കെ ഓർത്തു വെക്കുക, വർഷം ഓർത്തു വെക്കുക, ഓരോ സിസ്റ്റം ഓർത്തു വെക്കുക. ഇതിലെങ്ങനെയാണ് ടാക്സ് പിരിച്ചിരുന്ന് നോക്കുക. ടാക്സ് വാസ് കളക്റ്റഡ് ഡയറക്റ്റ്ലി ഫ്രം ദ വില്ലേജ്. ഇതും ഡയറക്റ്റ് ആയിട്ട് തന്നെയായിരുന്നു പിരിപ്പിച്ചിരുന്നത്. പക്ഷേ ഇവിടെ ദ ഹെഡ് മാൻ ഓഫ് ദ വില്ലേജ് കളക്റ്റഡ് ടാക്സ് ഫ്രം ദ പീപ്പിൾ ആൻഡ് ഹാൻഡ് ഓവർ ദ ഗവൺമെൻറ്. എങ്ങനെയാണ് ഇവർ വില്ലേജിൽ നിന്ന് തന്നെയാണ് പിരിപ്പിച്ചെടുത്തിരുന്നത്. പക്ഷെ ഓരോ ഗ്രാമത്തിൽ നിന്നും നേരിട്ട് പിരിവ് നടത്തുന്നത് അവിടെ ഉണ്ടായിരുന്ന ഗ്രാമത്തലവൻ്റെ കയ്യിൽ നിന്നായിരുന്നു. ഓരോ ഗ്രാമത്തിനും ഓരോ ഹെഡ് ഉണ്ടായിരുന്നു. ആ ഹെഡിൻ്റെ കയ്യിലാണ് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടത്. അപ്പോൾ അവിടെ നിന്നും ഹെഡാണ് ടാക്സ് പിരിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ ഗ്രാമത്തിന് നൽകിയിരുന്ന പേരാണെങ്കിൽ വില്ലേജിനെ പറയുന്ന പേരാണ് മഹൽ. അപ്പോൾ ഓരോ മഹലിലും ഓരോ ഹെഡ് ഉണ്ടാവും. നമ്മളെല്ലാവരും ആ ഹെഡിനാണ് ക്യാഷ് കൊണ്ടുകൊടുക്കേണ്ടത്. അവരായിരിക്കും ടാക്സ് അടക്കുക. അങ്ങനെ ഓരോ ഗ്രാമത്തിനെ അടിസ്ഥാനമാക്കിയിട്ടുണ്ടായിരുന്ന ഈ ടാക്സ് പിരിക്കുന്നതിനെയാണ് നമ്മൾ ഏതെന്ന് പറയുന്നത് മഹൽവാരി സിസ്റ്റം എന്ന് പറയുന്നത്.
ഒന്നുകൂടെ പറയാം. ലോർഡ് വെല്ലസ്ലി ഇൻട്രൊഡ്യൂസ്ഡ് ദ മഹൽവാരി സിസ്റ്റം ഇൻ നോർത്ത് ഇന്ത്യ. Tax was collected directly from the village. The headman of the village collected tax from the people and handed it over to the government. Mahal means village, and to this system is called Mahalwari system. ഇതാണ് പ്രധാനമായിട്ടുള്ള 3 സിസ്റ്റങ്ങൾ. ഇതെന്തായാലും നിങ്ങൾ പഠിക്കണം, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് ഒരിക്കലും തന്നെ നിങ്ങൾ എന്ത് ചെയ്യരുത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ഈ 3 സിസ്റ്റങ്ങളാണ് പഠിക്കേണ്ടത്. പെർമനൻറ്റ് സിസ്റ്റം, റൈറ്റ് വാരി സിസ്റ്റം, മഹൽവാരി സിസ്റ്റം. ഓക്കെ. പിന്നെ കാർഷിക മേഖലയിലുണ്ടായിരുന്ന സ്റ്റാഗ്നേഷൻ അല്ലെങ്കിൽ സ്തംഭനാവസ്ഥയുടെ പ്രധാനപ്പെട്ട കാരണത്തിൻ്റെ എക്സ്പ്ലനേഷന്. അപ്പോൾ നമ്മൾ കുറച്ച് ഭാഗം ഇന്ന് പറഞ്ഞു തന്നിട്ടുള്ളൂ. അപ്പോൾ ഇതോടുകൂടി കാർഷിക മേഖല കാർഷിക മേഖല കഴിഞ്ഞു. ഇനി നമുക്ക് ഇൻഡസ്ട്രിയൽ സെക്ടറാണ് പഠിക്കാനുള്ളത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നിങ്ങളിതെല്ലാവരും പഠിച്ചിട്ട് വേണം വരാൻ. വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പാർട്ടാണ് ഈ ഒരു ഭാഗം, അഗ്രികൾച്ചറൽ സെക്ടർ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ക്ലാസ് മനസ്സിലായി എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം. മാത്രമല്ല നിങ്ങൾക്ക് മനസ്സിലായ വിവരങ്ങളും നിങ്ങൾക്ക് എത്രത്തോളം അറിയാൻ സാധിച്ചു, മനസ്സിലാക്കാൻ സാധിച്ചു എന്നതിൻ്റെയൊക്കെ കമൻറ്റ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ അതേപോലെ തന്നെ ഇതുവരെ നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. അതിനുവേണ്ടി ഓൾ എന്നും കൂടെ എന്ത് ചെയ്യുക, പ്രസ് ചെയ്യുക. ഓക്കെ, ബൈ.